മുണ്ടക്കയിലേക്ക് പോകുന്നു. അവിടെ അതിതീവ്ര മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനന്തൻ, നേരത്തെ അവിടെ നിന്നും വന്ന റെസ്ക്യൂ ടീം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് അവിടെ സാഹചര്യം നിൽക്കുക, മുകളിലേക്ക് പോവുക ദുഷ്കരമാണ്, അവിടെ തിരച്ചിൽ അതീവ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കാൻ കഴിയില്ല, മണ്ണിടിച്ചിലടക്കമാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്താണ് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ റെസ്ക്യൂ ടീം വന്ന് പറഞ്ഞത് എങ്ങനെയാണ് അല്ലെ? ശക്തമായിട്ടുള്ള മഴയാണ്. സജി ആ ക്യാമറ ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര മഴയാണ്. അതിശക്തമായ കോരിച്ചൊരിയുന്ന മഴയെന്ന് പറയാം. ആ ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടി വന്നത്. അതിന് തൊട്ടു മുകളിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ വശത്തുള്ള ആ വെള്ളി നിറത്തിൽ കാണുന്ന ഒരു സ്ട്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4 പാട് നിന്നും ആ ഗ്യാപ്പ്, ആ ഉരുൾപൊട്ടൽ ഉണ്ടായി വന്ന ഗ്യാപ്പിന്റെ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. മുകളിൽ ഒരു ഇതിനെക്കാട്ടി ഭീകരമായ അവസ്ഥയാണോ? ഇതുവരെ നമുക്ക് ആ പ്രഭവ കേന്ദ്രം നോക്കിയാൽ കാണുന്ന അവസ്ഥയിലല്ല, കാണാൻ പറ്റില്ല, നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അപ്രോച്ച് ചെയ്തില്ല. ഇനി ഏകദേശം 1 കിലോമീറ്റർ മേളിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മേളിൽ നിന്നാണ് ഉത്ഭവിച്ചേക്കുന്നതാണ് പറയുന്നത്. അപ്പം നോക്കിയിട്ട് എത്തുന്നില്ല. ഇനി മേളിലേക്ക് 50ഓളം ഫാമിലി ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെയുണ്ട്, അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് അവിടുന്ന് ഇറങ്ങി വരുന്നത് ഇനി 1 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വരെ നമ്മൾ എത്തിയിട്ടില്ല. നമ്മുടെ റെസ്ക്യൂ ടീമുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കാനുള്ള റിക്കവറി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മഴ പെയ്താൽ ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം അവിടെ ഇല്ല. ഒരു ചെങ്കുത്തായ ഭാഗങ്ങളാണ് അവിടെ. നല്ല കയറ്റമാണ്. ഇപ്പോൾ നമുക്ക് ഓടി മാറാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പം പ്രജേഷ്, ഇപ്പം ഇവിടെ റെസ്ക്യൂ ടീം പറയുന്നത് ഈ നമ്മളിവിടെ നിന്ന് കാണുന്ന പ്രഭവ കേന്ദ്രത്തിനും മുകളിലായിട്ടാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിന് ഇടയിൽ 50ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആണ് ഇവർ ലക്ഷ്യമിട്ട് പോയിരുന്നത്. അവിടെ കുറച്ചുപേർ എത്തുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ ഭൂമി അത്ര സേഫ് അല്ല. മഴ ശക്തമായതോടുകൂടി അവിടെ നിന്ന് പൂർണ്ണമായും അവർ പിൻവാങ്ങുകയാണ്. രാഗൻ, ഇപ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിയും ഒരു വലിയ ജനക്കൂട്ടമായിരിക്കുന്നു മുണ്ടക്കൈ ടൗണിൽ അല്ലേ? എല്ലാ റെസ്ക്യൂ ടീമും മുകളിൽ നിന്നുണ്ടായിരുന്ന എല്ലാ റെസ്ക്യൂ ടീമും തിരിച്ചിറങ്ങുകയാണ്. അതെ, തിരിച്ചിറങ്ങുകയാണ്. മാത്രമല്ല നമ്മൾ ഇന്ന് രാവിലെ മുതലൊക്കെ ഇവിടെ ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും ഇതേപോലെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല. ഇത്രയും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ ഇതിങ്ങനെ കുഴിക്കുന്ന സമയത്തൊക്കെ ഇത് പ്രതിസന്ധി തീർക്കുന്നുണ്ട്. മാത്രമല്ല മുകളിലും ഏകദേശം ഒരു 60ഓളം കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരും ഈ വീടുകളൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും റെസ്ക്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെയും ശക്തമായ മഴ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു ആശങ്ക ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഇവിടെ ശരി അനന്തൻ, എന്തായാലും പ്രേക്ഷകരെ അറിയിക്കാനുള്ള പുതിയ ഒരു കാര്യം, റെസ്ക്യൂ ടീം പറഞ്ഞ വിവരമനുസരിച്ചാണ് ഇപ്പോൾ മുണ്ടക്കയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തൊക്കെ തന്നെ അതിതീവ്ര മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ റെസ്ക്യൂ ടീമിന് അവിടെ ഒരു തിരച്ചിൽ നടത്താൻ സാഹചര്യം ഒരുങ്ങുന്നില്ല. അവിടെ 50ഓളം കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെ മണ്ണിൽ അടിയിൽപ്പെട്ട ആളൊക്കെ ഉണ്ട്. അവരെയൊക്കെ തന്നെ പുറത്തെത്തിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഈ മഴ വിലനായി എത്തുന്നത്. വെല്ലുവിളി നിറയുകയാണ് ഇപ്പോഴത്തെ അവിടുത്തെ തിരച്ചിലിന്.